അവനിട്ട് ഒന്നുകൂടി കൊടുക്കേണ്ടതായിരുന്നു. അവനത് ആവശ്യമായിരുന്നു. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ഇതായിരിക്കും അടുത്ത പ്രശ്നം. പിന്നെ അവൻ കൈ കയറി പിടിച്ചപ്പോ ഞാൻ നോക്കി നിൽക്കണമായിരുന്നോ? നീ പറ. നീ ഒരുത്തി കാരണോ ആ ചാക്കോയുടെ കൂടെ പോ. നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? വാ. മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. ചാക്കോച്ചൻ മറ്റാരും അനാഥരാക്കിയതല്ലോ, കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ, തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അങ്ങോട്ട് പോവാം. വാ, പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ, ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? പൊയ്ക്കോ, ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ, ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലക്ക് നിർത്തിയിരിക്കുന്നത്. ആള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ ഡോർ തനിയെ തുറന്നു? ചേട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഇതേവി, അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. ഡോക്ടർ, ഡോക്ടർ. നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം തമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ, ഡോക്ടറുടെ കസിനാ. അവൻ വിളിച്ചു പറഞ്ഞതാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ വരൂ. വാ.